കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച ഈ വീഡിയോ നിങ്ങൾ എത്ര പേര് കണ്ടു? ബീഹാറിൽ നിന്നുള്ളൊരു വീഡിയോയാ. ഒരു പാവപ്പെട്ട മനുഷ്യൻ ജീവിക്കാൻ വേണ്ടി സൈക്കിൾ റിക്ഷ ചവിട്ടുക. അയാളുടെ പുറകെ ഇരിക്കുന്ന മൃഗതുല്യനായിട്ടുള്ള ഒരുത്തൻ കയ്യിലിരിക്കുന്ന കൊടയും ചെരുപ്പുമൊക്കെ ഉപയോഗിച്ച് അയാളെ ക്രൂരമായിട്ട് തല്ലുക. എന്തിനാണെന്നറിയാമോ? വേഗത്തിൽ റിക്ഷ ഓടിക്കാൻ വേണ്ടി. ഒന്ന് ചോദിച്ചോട്ടെ, നമ്മൾ ജീവിക്കുന്നത് ഇരുണ്ട യുഗത്തിലാണോ അതോ 21-ാം നൂറ്റാണ്ടിലെ ജനാധിപത്യ ഇന്ത്യയിൽ തന്നെയാണോ? എവിടെ പോയി നമ്മുടെ ഭരണഘടന ഉറപ്പ് നൽകുന്ന മനുഷ്യനായിട്ടൊക്കെ ജീവിക്കാനുള്ള ഒരു അവകാശം? ബീഹാർ സർക്കാരിനോടും അവിടുത്തെ ക്രമസമാധാന ചുമതലയുള്ളവരോടും ഒക്കെ എനിക്ക് ചോദിക്കാനുള്ള ഇതാ, നിങ്ങളുടെ മൂക്കിന് താഴെ ഒരു മനുഷ്യനെ ഇങ്ങനെ മൃഗത്തെ പോലെ റോട്ടിലിട്ട് തല്ലിച്ചേർക്കുന്നത് നിങ്ങൾ കാണല്ലേ? വോട്ടും ചോദിച്ച് ചെല്ലാൻ നിങ്ങൾക്ക് നാണാവൂലേ? തെരഞ്ഞെടുപ്പ് വരുമ്പോൾ വികസനത്തിനെ കുറിച്ചും ഡിജിറ്റൽ ഇന്ത്യനെ കുറിച്ചും വാതോരാതെ സംസാരിക്കുന്ന നേതാക്കന്മാരൊക്കെ ഈ ദൃശ്യങ്ങളൊക്കെ കാണണ്ടോ? അതോ പാവപ്പെട്ടവന്റെ ചോരയും വിയർപ്പും നിങ്ങൾക്ക് വെറും വോട്ട് ബാങ്ക് മാത്രമാണോ? ഇതൊരു ഒറ്റപ്പെട്ട സംഭവമൊന്നുമല്ല. ഇത് പണവും സ്വാധീനവും ഉള്ളവൻ താഴേക്കിടയിലുള്ള പാവങ്ങളോട് കാട്ടുന്ന അധികാരത്തിന്റെ ഹുങ്ക. ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാത്തതുകൊണ്ട് മാത്രം ആ വയസ്സായ മനുഷ്യൻ ഒരക്ഷരം മിണ്ടാതെ ആ അടി മുഴുവൻ വാങ്ങി സൈക്കിളും ചവിട്ടി പോവുക. ആ റിക്ഷക്കാരൻ സഹിച്ചത് ആ ചെരിപ്പടി മാത്രമല്ല, സത്യത്തിൽ ഈ വ്യവസ്ഥിതി തനിക്ക് നേരെ നീട്ടിയ അവഗണനയുടെ അടി കൂടി അത്. നിയമവും പോലീസും ഉണ്ടെന്നും പറഞ്ഞ് ദീപു പറയുന്ന നാട്ടിലാണ് നടു റോട്ടിലൊരു പാവപ്പെട്ടവനെ ഇങ്ങനെ ക്രൂരമായിട്ട് മർദ്ദിക്കണത്. ഇനിയും ഇത് കണ്ടില്ലെന്ന് നടിക്കരുത്, പ്രതികരിക്കുക. ഇങ്ങനെയുള്ള അക്രമികൾക്ക് മാതൃകാപരമായ ശിക്ഷ വാങ്ങി നൽകാൻ ഭരണകൂടം തയ്യാറാവണം. മാക്സിമം പറ്റുന്നവരൊക്കെ ഒന്ന് ഷെയർ ചെയ്യേ. ആരെങ്കിലുമൊക്കെ കണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ.